ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജൂനിയർ ജംഗ്ഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 3 എ ബുക്ക് ഫോർ പഞ്ച്കു എന്ന് പറയുന്ന സ്റ്റോറിയും അതിലെ ഫുൾ ആക്ടിവിറ്റീസ് വിത്ത് ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. എ ബുക്ക് ഫോർ പഞ്ച്കു, അതാണ് സ്റ്റോറിയുടെ ടൈറ്റിൽ. പഞ്ച്കു പഞ്ച്കു, വേർ ആർ യു പഞ്ച്കു. അപ്പം പഞ്ച്കുവിനെ ആരോ വിളിക്കുന്നുണ്ട്. പഞ്ച്കു പഞ്ച്കു, നീ എവിടെയാണ് പഞ്ച്കു എന്ന് വിളിക്കുന്നുണ്ട്. പഞ്ച്കു ഹാവ് എ ബാത്ത്, പഞ്ച്കുവിനോട് കുളിക്കാൻ പറയുന്നുണ്ട്. പഞ്ച്കു ഹാവ് യുവർ ഫുഡ്, നീ നിന്റെ ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട്. പഞ്ച്കു ഗോ ടു ക്ലാസ്, പഞ്ച്കു ക്ലാസ്സിൽ പോകാൻ പറയുന്നുണ്ട്. പഞ്ച്കു ഡു യുവർ ഹോംവർക്ക്, പഞ്ച്കു നീ നിന്റെ ഹോംവർക്ക് ചെയ്തു എന്ന് ചോദിക്കുന്നുണ്ട്. ബട്ട് വേർ ഇസ് പഞ്ച്കു, പക്ഷെ പഞ്ച്കു എവിടെയാണ്? പഞ്ച്കു വാസ് നോവെയർ ടു ബി സീൻ, പക്ഷെ പഞ്ച്കുവിനെ എവിടെയും കാണാനില്ല. ഷീ വാസ് ഹൈഡിങ് ഇൻ എ കോർണർ റീഡിങ് എ ബുക്ക്, അവൾ എവിടെയായിരുന്നു പഞ്ച്കു? പഞ്ച്കു ഒരു റൂമിന്റെ കോർണറിലിരുന്ന് ബുക്ക് വായിക്കുകയാണ്. പഞ്ച്കു ലൗഡ് റീഡിങ്, സിറ്റിംഗ് എനിവെയർ, അറ്റ് ഹോം, ഇൻ സ്കൂൾ, ഇൻ ബെഡ് ആൻഡ് ഈവൻ ഇൻ ദ പാർക്ക്. പഞ്ച്കുവിന് എന്താണ്? പഞ്ച്കുവിന് വായിക്കുന്നത് എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അവളെ എവിടെ വേണമെങ്കിലും ഇരുന്ന് വായിച്ചോളും. വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ബെഡിലാണെങ്കിലും ഇനിയിപ്പം പാർക്കിലാണെങ്കിലും പോലും അവൾ അവിടെ ഇരുന്ന് വായിച്ചോളും. അത്രത്തോളം പഞ്ച്കുവിന് വായന ഇഷ്ടമായിരുന്നു. She loved how letters become words and words become stories. പഞ്ച്കു ഈ ലെറ്റേഴ്സ് വാക്കുകളാവുന്നതും വാക്കുകൾ സ്റ്റോറീസ് ആവുന്നതും അവൾ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. ബുക്സ് ആർ സോ മച്ച് മോർ ഫൺ, പുസ്തകങ്ങൾ രസകരമായിരുന്നു. ഷീ ടെൽസ് ഹർ ഫ്രണ്ട്സ് ബോൾട്ടു ആൻഡ് ഡോഡ്ല, അവൾ അവളുടെ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട് ബുക്സ് ആർ സോ മച്ച് ഫൺ. They take me on a big adventure. ബുക്സ് പഞ്ച്കുവിനെ വേറൊരു രസകരമായ ലോകത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. ഇവിടെ അഡ്വെഞ്ചർ എന്ന മീനിങ് ഉള്ളത് സാഹസികത എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ സാഹസികത നിറഞ്ഞ രസകരമായ വേൾഡിലേക്ക് ബുക്സ് അവളെ കൊണ്ടുപോകാറുണ്ടെന്നാണ് പഞ്ച്കു അവളുടെ ഫ്രണ്ട്സിനോടും ബോൾട്ടുവിനോടും ഡോഡ്ലേനോടും പറയുന്നത്. ഓക്കെ. One day, പഞ്ച്കു faced a big problem. ഒരു ദിവസം പഞ്ച്കു ഒരു വലിയ പ്രോബ്ലം ഫേസ് ചെയ്യേണ്ടി വന്നു. She had read all the books on the lower rack of the shelf in the library. പഞ്ച്കു എന്തായി? ഈ പഞ്ച്കുവിന്റെ ഹൈറ്റിലുള്ള ലോവർ റാക്കിലുള്ള എല്ലാ പുസ്തകങ്ങളും എന്ത് ചെയ്തു? പഞ്ച്കു വായിച്ചു തീർത്തു. ഓക്കെ. ഹോ നോ, പഞ്ച്കു gasped. ശ്വാസം മുട്ടിക്കൊണ്ട് പഞ്ച്കു പറഞ്ഞു ഹോ നോ, വാട്ട് ഡു ഐ ഡു, ഇനി ഞാൻ എന്ത് ചെയ്യും? ഷീ ലുക്ക്ഡ് അപ്പ് ആൻഡ് സോ ദ അപ്പർ റാക്ക് ഫുൾ ഓഫ് ബുക്സ്. അപ്പൊ അവള് മേലേക്ക് നോക്കുമ്പം അപ്പർ റാക്കിൽ നിറയെ ബുക്സ് ഉണ്ട്. ഓക്കെ. ആ ബുക്സ് ഇവൾക്ക് കിട്ടിയാൽ കൊള്ളാമെന്ന് പഞ്ച്കുയുടെ മനസ്സിലുണ്ട്. ബട്ട് ദേ ആർ ടു ഹൈ. അപ്പൊ പഞ്ച്കു എന്ത് മനസ്സിൽ വിചാരിച്ചു? അതെല്ലാം ഹൈറ്റിലാണ് ഉള്ളത്, ഈ ബുക്സ് ഒക്കെ ഞാൻ എങ്ങനെ എടുക്കും എന്ന് പഞ്ച്കു ആലോചിച്ചുകൊണ്ട് നിന്നു. ബോൾട്ടു stood and Dodla's shoulder and പഞ്ച്കു climbed on top. അപ്പൊ പഞ്ച്കുവിന്റെ മൈൻഡിൽ ഒരു ഐഡിയ വന്നു. ഡോഡ്ല എന്ത് ചെയ്തു? ബോൾട്ടുവിന്റെ ഷോൾഡറിൽ കയറി. പഞ്ച്കു എന്ത് ചെയ്തു? ഡോഡ്ലേന്റെ ഷോൾഡറിൽ കയറി. അപ്പൊ ഓരോരുത്തരുടെ ഷോൾഡറിൽ കയറിയിട്ട് റാക്കിന്റെ ഹൈറ്റിലുള്ള ബുക്സ് എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. വുംബിൾ വോംബിൾ ക്രാഷ്, അവര് എന്ത് ചെയ്തു? ഈ ഓരോരുത്തരുടെ മേലെ നിൽക്കുന്ന സമയത്ത് അവർക്ക് ബാലൻസ് കിട്ടാതെ അവര് താഴേക്ക് വീണു. ദേ ടംബിൾഡ് ഡൗൺ, അവര് താഴേക്ക് വീഴുകയാണ് ചെയ്തത്. ഇൻ എ ഹീപ്പ് ലാഫിങ്, അവർ ഓരോരുത്തരുടെ മേലേക്ക് വീണ് ഒരു മല പോലെ നിന്നിട്ട് അവര് പരസ്പരം ചിരിക്കാൻ തുടങ്ങി. Then she tried using chairs. അത് കഴിഞ്ഞിട്ട് പഞ്ച്കു എന്ത് ചെയ്തു? ഓരോരോ ടേബിൾസ്, ലൈബ്രറിയിലെ ടേബിൾസും ചെയർസ് എല്ലാം ഇങ്ങനെ ഒരു ടേബിളിന്റെ മേലെ അടുത്ത ടേബിൾ, അടുത്ത ടേബിളിന്റെ മേലെ അടുത്ത ടേബിൾ, അതിന്റെ മേലെ ഒരു ചെയർ വെച്ചിട്ട് ഈ റാക്കിന്റെ മേലെയുള്ള ബുക്സ് എടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. What
wumble wumble they wouldn't stay still. ഇപ്പൊ ഇങ്ങനെ ചെയർ വെച്ചപ്പോഴും എന്തായി, അത് ഒരുമിച്ച് നിശ്ചലമായി നിന്നില്ല, അത് ആടാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു ഐഡിയയും എന്ത് ചെയ്തു, പാളിപ്പോയി, ഫെയിലായി. Just then the tall librarian saw her. അപ്പൊ അവിടെയുള്ള ഹൈറ്റ് ഉള്ള ലൈബ്രറിയൻ പഞ്ചുക്കുവിനെ കണ്ടു. She chuckled and lifted Panchuku up to reach the books. അപ്പൊ എന്ത് ചെയ്തു, ലൈബ്രറിയൻ മെല്ലെ ചിരിച്ചുകൊണ്ട് പഞ്ചുക്കുവിനെ എടുത്തിട്ട് റാക്കിന്റെ ഹൈറ്റിലുള്ള ബുക്സ് പഞ്ചുക്കുവിനെ എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തു. ഓക്കെ, ഇവിടെ chuckled മീനിങ് ടു ലാഫ് ക്വയറ്റ്ലി. ഇവിടെ നമുക്ക് കാണാം ലൈബ്രറിയൻ പഞ്ചുക്കുവിനെ എടുത്തിട്ട് പഞ്ചുക്കുവിന് ആവശ്യമുള്ള ബുക്സ് ഈ ഹൈറ്റിലുള്ള റാക്കിൽ നിന്ന് എടുക്കുകയാണ്. Here you go. Next time just ask, she said with a smile. അപ്പം ലൈബ്രറിയൻ എന്ത് ചെയ്തു, അവൾക്ക് ഒരു പുസ്തകവും കൂടെ കൊടുത്തിട്ട് പറഞ്ഞു, ഇനി നെക്സ്റ്റ് ടൈം നിനക്ക് ഇങ്ങനെ മേലെ നിന്ന് പുസ്തകം എടുക്കണമെങ്കിൽ എന്നോടൊന്ന് ജസ്റ്റ് പറഞ്ഞാൽ മതി എന്ന് ലൈബ്രറിയൻ പഞ്ചുക്കുവിനോട് പറഞ്ഞു. താങ്ക് യു, പഞ്ചുക്കു വിസ്പേർഡ് ഗ്രാബിംഗ് എ ഷൈനി ബുക്ക്. പഞ്ചുക്കു എന്ത് ചെയ്തു, താങ്ക് യു എന്ന് മെല്ലെ പറഞ്ഞുകൊണ്ട് ലൈബ്രറിയൻ കൊടുത്ത ഷൈനി ബുക്ക് അവള് വാങ്ങിച്ചു. ഷീ ഓപ്പൺഡ് ഇറ്റ്. പഞ്ചുക്കു എന്ത് ചെയ്തു, ആ ബുക്ക് ഓപ്പൺ ചെയ്തു. വൂഷ്, the words turned into her next big adventure. അവൾ ആ പുസ്തകം തുറന്നിട്ട് അതിലെ വേർഡ്സ് കണ്ടപ്പം അവള് എന്താണ് വിചാരിക്കുന്നത്, the words turned into her next big adventure. ഈ ബുക്കും അവൾക്ക് രസകരമായ മറ്റൊരു ലോകത്തേക്ക് അവളെ കൊണ്ടുപോകാൻ സഹായിക്കുമെന്ന് അവൾ ആലോചിച്ചു. ഇവിടെ വൂഷ് എന്ന് പറയുന്ന മീനിങ് മൂവ് ക്വിക്ലി ഓർ സഡൻലി വിത്ത് എ റഷിംഗ് സൗണ്ട്. ഓക്കെ, പിന്നെ വിസ്പേർഡ് എന്ന് പറയുന്നതിന്റെ മീനിങ് സ്പീക്ക് വെരി സോഫ്റ്റ്ലി. ഓക്കെ, അപ്പൊ ഈ സ്റ്റോറിന്റെ ഓഥർ ദീപാഞ്ജന പാലാണ്. ഓക്കെ, അപ്പം ഈ സ്റ്റോറി കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്കിനി ഇത് ഒരു സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ, പഞ്ചുക്കു എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൾക്ക് റീഡിങ് ഭയങ്കര ഇഷ്ടമാണ്. ലെറ്റേഴ്സ് എല്ലാം കൂടിച്ചേർന്ന് വാക്കുകളാവുന്നതും പിന്നെ വാക്കുകൾ ഒരു സ്റ്റോറി ആവുന്നതും അവൾ വളരെ ഇഷ്ടപ്പെട്ടിരുന്നു. അവൾ ലൈബ്രറിയിലുള്ള ഒരു റാക്കിലെ താഴെ ഭാഗത്തുള്ള പകുതി പുസ്തകവും അവൾ വായിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോൾ അവൾക്ക് മേലെയുള്ള പുസ്തകങ്ങൾ കിട്ടാൻ വേണ്ടി അവൾ ഓരോ രീതിയിലും ട്രൈ ചെയ്യാൻ തുടങ്ങി. അവളുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ഡോഡ്ലേനെയും ബോൾട്ടൂൻ്റെയും ഷോൾഡറിൻ്റെ മേലെ കയറിയിട്ട് അവൾ പുസ്തകം എടുക്കാൻ വേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ അവർക്ക് നിശ്ചലമായി നിൽക്കാൻ പറ്റാതെ അവരങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിയിട്ട് അവരവിടെ മറിഞ്ഞു വീണു. അതിനുശേഷം പഞ്ചുക്കു എന്താണ് ചെയ്യുന്നത്, മേശകളും കസേരകളും അടുക്കിയിട്ടിട്ട് അതിൻ്റെ മേലെ കയറി നിന്ന് പുസ്തകം എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോഴും അവൾക്ക് മേലുള്ള പുസ്തകങ്ങൾ എടുക്കാൻ സാധിച്ചില്ല. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്ന എന്താണ്, അത്രയും ആഗ്രഹം പഞ്ചുക്കുടെ മനസ്സിൽ പുസ്തകം വായിക്കാൻ ഉണ്ട് എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പിന്നെ എന്താണ്, ഈ സാഹസികതയൊക്കെ കണ്ട് ഒരു ലൈബ്രറിയൻ പഞ്ചുക്കുവിനെ എടുത്തിട്ട് ആ ഹൈറ്റിലുള്ള അവൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങളെല്ലാം ആ ലൈബ്രറിയൻ എടുത്തു കൊടുക്കുകയും പിന്നീട് ഇനി എന്തെങ്കിലും പുസ്തകം മേലെയുള്ള പുസ്തകം ആവശ്യമുണ്ടെങ്കിൽ ലൈബ്രറിയനോട് ചോദിച്ചാൽ മതിയെന്നും പഞ്ചുക്കുവിനോട് ലൈബ്രറിയൻ പറയുകയും ചെയ്തു. പഞ്ചുക്കു ഇതിൽ നിന്ന് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു തീം നമുക്ക് എടുക്കാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, ഡിഫറെൻറ്റ് ബുക്സ് പഞ്ചുക്കുവിനെ ഓരോരോ വേൾഡിലേക്ക്, രസകരമായ അഡ്വഞ്ചറസ് നിറഞ്ഞ വേൾഡിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. അതാണ് ഇവളെ വായിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഊർജവത്തോടെ എല്ലാ പുസ്തകവും വായിക്കാൻ വേണ്ടി അവൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഇതാണ് ഈ സ്റ്റോറിയുടെ സമ്മറി. ഇനി നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസിലേക്ക് കിടക്കാം. പിക്ചർ സ്റ്റോറി കാർഡ് നമ്മൾ നേരത്തെയും മുന്നുള്ള ലെസൺസിൽ ചെയ്തിട്ടുണ്ട്. പിക്ചേഴ്സ് തരും, അതിൽ നമ്മൾ സ്റ്റോറി ഉണ്ടാക്കണം. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ, റൈറ്റ് ദ ഇവൻറ്റ്സ് റിലേറ്റഡ് ടു ദ പിക്ചേഴ്സ് ഗിവൺ ഇൻ, ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ. അപ്പോൾ പിക്ചർ വെച്ചിട്ട് നമ്മൾ ഇവൻറ്റ്സ് എഴുതുക, എന്നിട്ട് അതിനൊരു സ്യൂട്ടബിൾ ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് പിക്ചർ നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ എന്താണ്, ഒരു കുട്ടി ഒരു റൂമിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഈ റൂമിൻ്റെ ഉള്ളിലാണെങ്കിൽ
വലിയ വലിയ ഷെൽഫുകളുണ്ട്, അതിൽ നിറയെ ബുക്സ് ഉണ്ട്. അപ്പം ഷെൽഫുകളും ബുക്സും ടേബിളും ചെയറൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക? ഒരു കുട്ടി ലൈബ്രറീൻ്റെ ഉള്ളിലേക്ക് വരികയാണ്. അപ്പം നമുക്കിത് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. നമുക്ക് ഈ കുട്ടിക്ക് മായ എന്ന് പേരിടാം. മായ ഈസ് സ്റ്റാൻഡിങ് നിയർ ദ ഡോർവേ ടു ദ ലൈബ്രറി. മായ ലൈബ്രറിൻ്റെ ഡോർവേൻ്റെ അവിടെ നിൽക്കുകയാണ്. ഷീ ഈസ് ലുക്കിംഗ് ഫോർ ദ ലൈബ്രറിയൻ ടു ഗെറ്റ് പെർമിഷൻ ടു എൻ്റർ. അവൾ അവിടെ നിന്ന് ഇതിനുള്ളിലുള്ള ലൈബ്രറിയനെ നോക്കുകയാണ്, ലൈബ്രറിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പെർമിഷൻ ചോദിക്കാൻ. The side walls of the library have many big shelves with books. അപ്പം ഈ സൈഡ് വാളുകളിലെ ബിഗ് ഷെൽഫിൽ നിറയെ ബുക്സ് ഉണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് പിക്ചർ നോക്കാം. നെക്സ്റ്റ് പിക്ചറിൽ എന്താ? മായ ഒരു ടേബിളിൽ ഇരിക്കുന്നുണ്ട്. ലൈബ്രറിയൻ അവൾക്ക് ഡിഫറെൻറ്റ് കളർഫുൾ ആയിട്ടുള്ള ബുക്സ് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്കത് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. Maya is sitting in the library. The librarian is giving her shiny books to read and enjoy. Okay. Next നമുക്കിവിടെ കാണാം മായ ഈ സ്റ്റോറി ബുക്ക് വായിച്ച് ആ സ്റ്റോറി ബുക്കിലുള്ള കഥയിലുള്ള കാര്യങ്ങൾ ഇമാജിൻ ചെയ്യുന്ന ഒരു പിക്ചറാണ് നമുക്കിവിടെ കാണുന്നത്. അത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. After reading the story in the book, Maya started imagining the characters in the story. അവള് ആ കഥ ബുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ ആ കഥയിലുള്ള ക്യാരക്ടേഴ്സിനെ കുറിച്ച് അവള് ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. ഷീ വാസ് എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി. അവള് വളരെ ഹാപ്പി ആയിരുന്നു. അടുത്ത പിക്ചർ നോക്കാം. മായ അപ്പം ആ ക്യാരക്ടറാണ് റാബിറ്റ്. ആ റാബിറ്റാണ്. അപ്പം റാബിറ്റിൻ്റെ കൂടെ മായ കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു ലോകത്തേക്ക് റാബിറ്റ് മായയെ കൂട്ടിക്കൊണ്ടു പോകുന്ന ചിത്രമാണ് നമുക്ക് കാണുന്നത്. അപ്പം നമ്മൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. മായ സ്റ്റാർട്ടഡ് പ്ലേയിങ് വിത്ത് എ റാബിറ്റ് ഇൻ ദി സ്റ്റോറി. ആ സ്റ്റോറിയിലുള്ള ക്യാരക്ടറായിട്ടുള്ള റാബിറ്റിൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് റാബിറ്റ് എന്ത് ചെയ്യുന്നു? ഈ മായ എന്ന് പറയുന്ന പെൺകുട്ടീനെ റാബിറ്റിൻ്റെതായ ലോകത്തേക്ക് അവിടെ കൊണ്ടുപോകുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ അതെങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം. മായ വെന്റ് ടു അനദർ വേൾഡ് ഓഫ് സ്റ്റോറീസ്. അപ്പം ഈ റാബിറ്റിൻ്റെതായ കഥയിലേക്ക് അല്ലെങ്കിൽ അവരുടേതായ ലോകത്തേക്ക് മായ പോകുകയാണ്. ദ റാബിറ്റ് ഷോഡ് മായ ഹിസ് ഫ്രണ്ട്സ് ആൻഡ് ബ്യൂട്ടിഫുൾ പ്ലേസസ്. റാബിറ്റ് എന്ത് ചെയ്തു? റാബിറ്റിൻ്റെ ഫ്രണ്ട്സിനെയും അവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളും റാബിറ്റ് മായയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. പിന്നെ നമുക്കിവിടെ കാണാം റാബിറ്റും റാബിറ്റിൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ബേർഡ്സ്, ബട്ടർഫ്ലൈസ്, ഡ്രാഗൺ ഫ്ലൈസ്, ഡിയർ, ഫോക്സ് ഇവരുടെയൊക്കെ കൂടെ മായ പറന്ന് കളിക്കുകയാണ്. അപ്പം അത് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം. മായ സ്റ്റാർട്ടഡ് ടു പ്ലേ വിത്ത് ഹർ ന്യൂ ഫ്രണ്ട്സ് such as birds, butterflies, deers, foxes and rabbit, and she was delighted with their company and everyone has a wing to fly. Okay, മായ എന്ത് ചെയ്തു? അവളുടെ കഥയിലെ ന്യൂ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ തുടങ്ങി. ഫ്രണ്ട്സ് ആരൊക്കെയാണ്? റാബിറ്റ്, ഡിയർ, ബേർഡ്സ്, ബട്ടർഫ്ലൈസ്, ഫോക്സ്. അവൾ സന്തോഷവതിയായിരുന്നു. പിന്നെ അവിടെയുള്ള എല്ലാവർക്കും പറക്കാൻ വേണ്ടി ചിറകുമുണ്ടായിരുന്നു. ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത് നമുക്കിവിടെ ഈ പിക്ചറിൽ എന്ത് കാണാം? ലൈബ്രറിയൻ മായ ഈ കഥ വായിച്ച് ആസ്വദിക്കുന്നത്, ആ ലോകത്തേക്ക് പോകുന്നത് ലൈബ്രറിയൻ നോക്കി നിൽക്കുകയാണ്. നോക്കി നിന്നിട്ട് അവർക്ക് സന്തോഷമായി. മായ ഈ ബുക്ക് വായിച്ച് ആ ഒരു ലോകത്തേക്ക് പോകുന്നത് കണ്ടിട്ട് ലൈബ്രറിയന് സന്തോഷമായി. അതെങ്ങനെയാണ് നമ്മൾ എഴുതാം? The librarian saw Maya enjoying her stories. She felt happy for Maya. മായ ഈ സ്റ്റോറി വായിച്ച് ആസ്വദിക്കുന്ന കണ്ടിട്ട് ലൈബ്രറിയൻ ഹാപ്പിയായി. ഓക്കെ, നെക്സ്റ്റ് പിക്ചർ എന്താണ്? മായ കഥയെല്ലാം വായിച്ചു കഴിഞ്ഞു. ആ പുസ്തകം അടച്ചു. അവൾ പോയ ആ ലോകത്തിൽ നിന്ന് അവളുടെ നോർമൽ ലൈഫിലേക്ക് അവൾ തിരിച്ചു വന്നു. ആ കഥയിലെ ലോകത്തിൽ നിന്ന് അവൾ കഥ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അതിൽ നിന്ന് ഇറങ്ങി അവളുടെ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ എഴുതാം? ആഫ്റ്റർ ഫിനിഷിംഗ് ദ സ്റ്റോറി ഷീ റിട്ടേൺ ടു ഹർ നോർമൽ വേൾഡ്.
ഓക്കെ. അപ്പം കൂട്ടുകാർക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഓരോരോ പിക്ചറിലും എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാവുന്നതാണ്. ഓക്കെ, കൂട്ടുകാർക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച് ഫ്രണ്ട്സ്.